ഈ സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്, പൊളിറ്റിക്കൽ അജണ്ടയിൽ ഉണ്ടാകരുത്. അതാണ് പൊളിറ്റിക്കൽ അജണ്ട. അതാണ് ഞങ്ങൾ കുടുംബയോഗങ്ങൾ വഴി, പൊതുയോഗങ്ങൾ വഴി, ഞങ്ങളുടെ സ്ക്വാഡ് വർക്കേഴ്സ് വഴി എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വീട്ടിലും ഈ സർക്കാരിൻ്റെ ദുർഭരണം കൊണ്ട് ഒരു ഇരയെങ്കിലും ഇല്ലാത്ത ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു വീടുമില്ല. അത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഫീഡ്ബാക്ക് അതാണ്. അത്രയും ദേഷ്യമാണ്. എങ്ങനെയെങ്കിലും ഇവരെ താഴെ ഇറക്കിയാൽ മതി എന്നാണ് സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അല്ല, അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ശ്രീ സണ്ണി ജോസഫ്, ഞാൻ പറയുന്നില്ല പേര്, ഞങ്ങളൊക്കെ എത്ര പേര്, കുഞ്ഞാലി സാർ എത്ര പേര്, ഇത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ ഇത് ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രം. അല്ലല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ ടി വി പ്രകാശിൻ്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ. ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച, ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചൊരു മറുപടിയാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ്. മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത്. മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും എന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത്. സ്മിത പറഞ്ഞത്. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലാരാ പോണത്? ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കേട്ടോ.